അസ്സലാമു അലൈക്കും. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൻ്റെ 2ാം ദിവസമാണിന്ന്. ജനാബ് അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ ഹജ്ജ് ക്ലാസ് കഴിയുന്നതോടുകൂടി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ ഭക്തി നിർഭരമായ ദുആയോടുകൂടിയാണ് ഈ മഹാസംഗമം അവസാനിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ തുടർ കാഴ്ചകളിലേക്ക് പോകാം. വർഷങ്ങളായി ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ക്യാമ്പിൽ നമുക്ക് ദുആ നിർവഹിക്കുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. മദീനയുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ഇനി പറയാനുള്ളതിന് ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചുകൂടെ ആവശ്യമുണ്ടെന്ന് നല്ല ആവേശത്തോടെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു എൻ്റെ പ്രിയപ്പെട്ട ഈ ഹാജിമാർക്ക് എല്ലാ കഴിവും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഒരു ബുദ്ധിമുട്ടും വരുത്താതെ മഖബൂലും മബ്റൂറുമായി ഉംറ ചെയ്യാൻ ഇവർക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തങ്ങളുടെ ദ്വാണ് മുമ്പ് ഒരു ആമുഖം പറയുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മഹത്തായ സംഗമത്തിൽ ആമുഖ പ്രഭാഷണ നിർവഹിക്കുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കളുടെ അഭിനന്ദന സാധനം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൂടുതലായി സംസാരിക്കുന്നില്ല, സംസാരത്തിൻ്റെ സമയവുമല്ലല്ലോ. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് 25 വർഷം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് ഇപ്പോൾ 26 പൂർത്തീകരിച്ചിരിക്കുകയാണ്. യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ, ആർക്കും കാര്യമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് പൂർത്തീകരിക്കാൻ സാധിച്ച് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, ഈ ക്യാമ്പിന് പല പ്രത്യേകതകളും പല ആളുകളും കാലാകാലങ്ങളായി ഇവിടെ വന്ന ആളുകളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായി ഈ വാഹനത്തിൻ്റെ ശല്യമോ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ അടങ്ങിയിരുന്ന് ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നിർത്താൻ പറ്റുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായി അബ്ദുസമദ് സാഹിബ് തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ് നയിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ ആദ്യമാരുടെ അടുത്തുനിന്ന് ഈ ക്യാമ്പിന് വേണ്ടി, ക്യാമ്പിൻ്റെ ചെലവിലേക്ക് വേണ്ടി 1 രൂപ പോലും ഫീസായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ വാങ്ങുന്നില്ല. എല്ലാം ഇവിടുത്തെ ജനങ്ങൾ, അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ള ആളുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഫൈനാൻസ് കമ്മിറ്റിയുടെ സംഭാവന കീഴിലൂടെ നടത്തുന്ന കാര്യങ്ങളാണ്. ഈ പരിപാടിയിലേക്ക് വന്ന ബഹുമാനപ്പെട്ട തങ്ങളെയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ നേരത്തെ സംസാരിച്ച് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. പ്രാർത്ഥിക്കണമെന്ന അവസരത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا فيه على كل حال. حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى تحب وترضى. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاد وعلى آله وصحبه وسلم صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات. اللهم أوصل وبلغ بالأثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى عمرة حبيبنا وشفيعنا مصطفى محمد وإلى عمرات أزواجه وذرياته وأهل الخير كلهم أجمعين. اللهم يسر عسيرنا، اللهم يسر عسيرنا، اللهم
واقض حوائجنا واشفنا واشف مرضانا وأمراض مرضانا وشفاء طعاما لا يغادر سقما ولا ألما. اللهم لا تدع لنا ذنبا إلا غفرته. اللهم يسر أمورنا مع الراحة لقلوبنا. اللهم يسر أمورنا مع الراحة لقلوبنا. اللهم يسر أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. سبحان المنفس عن كل مديون. سبحان المفرج عن كل محزون. سبحان من جعل غزائنه بين الكاف والنون. سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرج فرج، 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 يا مفرج فرج. فرج عنا همومنا وغمومنا فرجا عاجلا برحمتك يا أرحم الراحمين. اللهم إنا ضعفاء فقم بنا. اللهم إنا أذلاه فأعزنا. اللهم إنا فقراء فأغننا. اللهم اجعل نعمتنا دائما ودولتنا قائما وأولادنا صالحا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم ارحمنا برحمتك التي وسعت كل شيء واحفظنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ونعوذ بعظمتك نختال من تحتنا يا أكرم الأكرمين ويا أرحم الراحمين. اللهم ارزقنا دوام العافية. اللهم ارزقنا دوام الغنى. اللهم ارزقنا دوام العزة يا رب العالمين. اللهم وفقنا ووفق من معنا ووفق من أوصانا للحج والعمرة والزيارة الحرمين الشريفين مع الصحة والعافية في الأمر مرارا يا رب العالمين. اللهم وفقنا ووفق من معنا ووفق من أوصانا بالدعاء للحج والعمرة والزيارة الحرمين الشريفين مع الصحة والعافية في العمر مرارا يا رب العالمين. اللهم يا دافع البليات دفع عنا عن أهلنا وعمن تعلقوا بنا وعمن معنا سهر ساهر وعين عين وظلم ظالم وعسر حاسد ومن سائر ذي كل شر من الشياطين والجن والإنس بحقك بجاه كرامات أولياء الكرام وبحق هذا المجلس الكريم. اللهم ارحمنا برحمتك التي وسعت كل شيء واحفظنا واحفظ أهلنا واحفظ من تعلقوا بنا واحفظ من معنا يا حفيظ من كل آفة ومصيبة ومحن وفتن وفتن وعافة وعافية يا رب العالمين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم وفقنا لما تحب وترضى ولخدمة دينك الإسلام واهدنا إلى صراطك المستقيم يا ودود يا ودود يا ودود يا ودود يا ذا العرش المجيد يا فعالا لما يريد. نسألك أن تقضي حوائجنا وأن تكشف كروبنا وأن تحسن مقصودنا. لا فطر ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ആശങ്കയിലാണ്. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലുഷിതമായ അന്തരീക്ഷം റബ്ബേ അതുകൊണ്ട് അനുഭവിക്കുന്ന ലോക മുസ്ലിങ്ങളാണ്. റബ്ബേ ആ പ്രശ്നത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് സമാധാനം നൽകണേ റഹ്മാനെ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. റബ്ബേ എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. അവർക്കൊന്നും ഒരു പോറൽ ബുദ്ധിമുട്ടൊന്നും ഏൽക്കാത്ത രീതി സന്തോഷത്തോടെ എല്ലാവരും കൂടാനും ഒരുമിച്ച് കൂടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ദീന്റെ ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. ദീന്റെ അഅദാവിനെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ദീന്റെ അഅദാവിനെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ നാടുകളിലൊക്കെ നീ ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തുന്നതായിരിക്കുന്ന ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. റഹ്മാനായ അല്ലാഹ് റാസിഖായ തമ്പുരാനെ റിസ്ഖ് നീ വിധിയാക്കണേ റഹ്മാനെ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്.
രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, കടം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, കടം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ സലാമത്ത് നൽകണേ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കടങ്ങൾ സലാമത്തിലാക്കണേ അല്ലാ. സാമ്പത്തികമായി ലഭിക്കാനുള്ള ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നത് എത്രയും പെട്ടെന്ന് അവർക്ക് നൽകി അവർ ലഭ്യമായി അവർക്ക് കയ്യിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ഈ സംരംഭം വർഷങ്ങളായി നടത്തി വരുന്ന ഇതിനു വേണ്ടി സഹായിച്ച് സഹകരിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവർക്കൊക്കെ ഈ മാഫറത്ത് നൽകണേ റഹ്മാനെ. ഇതിന് നേതൃത്വം നൽകിയായിരിക്കുന്ന നമ്മുടെയൊക്കെ നേതാക്കന്മാരായിരിക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് അടക്കമുള്ള മഹാരഥന്മാർ അവർക്കൊക്കെ ഈ മാഫറത്ത് വർഗമത്ത് നൽകണേ അല്ലാ. അവരുടെ ദർജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ, ഒരു ദർജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ വായിച്ചവർക്ക് ഇവിടെയൊക്കെ എല്ലാ സതുദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഒരു പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ, പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ. ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم لا تردن أيدينا خائبين، اللهم لا تردن أيدينا خائبين. آمين 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 برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضله صلى الله عليه وسلم. اللهم صل على പ്രിയപ്പെട്ട ആദ്യമാരെ നമ്മുടെ ഈ പരിപാടികൾ സമാപിക്കുകയാണ്. 2 ദിവസങ്ങളായി വളരെ വിശദമായി നമുക്ക് ക്ലാസ് എടുത്തു തന്ന പ്രിയങ്കരനായ അബ്ദുൽ സമദ് ഉസ്താദിൻ്റെ ക്ലാസ്, അതിനുശേഷം നമ്മുടെ പ്രിയങ്കരനായ ജമലുല്ലൈലി തങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ഹജ്ജ് ക്യാമ്പ് സമാപിക്കുകയാണ്. ഈ ലോക മുസ്ലിങ്ങളുടെ സംഗമത്തിന് യാത്ര തിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ നിറഞ്ഞ കണ്ണോടുകൂടി നിങ്ങളെ യാത്ര അയക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഗമത്തിന് ശേഷം ഇൻഷാ അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ ഭൂമിയിൽ വെച്ചും നമുക്ക് സേവനം ചെയ്യുവാനും നിങ്ങളെ കാണുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ മഹത്തായ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ബഹുജനായ പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പ്രിയങ്കരനായ PK കുഞ്ഞാലി സാഹിബ്, MLA ഉബൈദുള്ള സാഹിബ് അടക്കമുള്ള, അതുപോലെ തന്നെ ജിഫ്രി മുത്തിക്കോയ തങ്ങൾ അടക്കമുള്ള നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മറ്റു വ്യക്തികൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒരു വേള ഞങ്ങൾ ഇതിൻ്റെ പദ്ധതിയപ്പോൾ ഞങ്ങളോട് കൂടെ നിന്ന ഇതിൻ്റെ പദ്ധതിക്കുകയും അതുപോലെ തന്നെ ലൈറ്റ് ഷൗട്ടിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങാൻ ചെയ്ത അതുപോലെ മറ്റുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഞങ്ങളെ കൂടെ നിന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് അത് പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന ഓരോരുത്തരോടുള്ള നന്ദിയും കടപ്പാടും ഈ കമ്മിറ്റിക്ക് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർക്ക് നൽകിയ അസൗകര്യങ്ങൾ നേരിട്ടെങ്കിൽ ഞങ്ങൾ സമയം ക്ഷമിക്കണമെന്ന് കൂടി ഞങ്ങൾക്ക് വിശുദ്ധ നഗരിയിൽ വെച്ച് ഇതിൻ്റെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ദാ ചെയ്യണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹജ്ജ് ഈ വർഷത്തെ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇവിടെ യാത്ര തിരിച്ചു പോകുന്നവർക്കൊക്കെ വേണ്ടി ഏകദേശം 20 ബസ് നമ്മുടെ സ്ഥാപനത്തിന് മുൻപന്തിൽ നിർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഹാജിമാരെ, നമുക്ക് ഒരുപാട് ബസ്സുകൾ ഉണ്ട്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ട്രിപ്പ് അടിച്ച് വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് ആരും തിരക്കേണ്ടതില്ല, സമയം എടുത്ത് പോകാവുന്നതാണ്. ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു സഹായ സഹകരണം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പരിപാടിയൊക്കെ ഉഷാറായില്ലേ? അൽഹംദുലില്ലാഹ് 25 കൊല്ലായിട്ട് 26ാമത്തെ ക്യാമ്പ് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ ഹാജിമാർക്കും തന്നെ യാതൊരു പ്രയാസമില്ലാതെ സംഘാടകർക്ക് യാതൊരു പ്രയാസമില്ലാതെ സ്തുതിക്കാണ് 1000 വട്ടം. അടുത്തെല്ലാം കാണാം.
ഈ അവിടെ നിന്ന് അപ്പോൾ 2 ദിവസത്തെ ഹജ്ജ് സംഗമം കഴിഞ്ഞ് അതിൻ്റെ തിരക്കാണ്. അപ്പോൾ ഇന്നലെ രാവിലെ തുടങ്ങി ഇന്ന് വൈകുന്നേരമാണ് ഇത് അവസാനിക്കുന്നത്. ഏകദേശം 7000-ലധികം ഹാജിമാരാണ് ഇവിടെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇവിടെ. എവിടെ കണ്ടതുകൊണ്ട് ഉപകാരം ഉണ്ടായോ? എല്ലാവരും പെരിന്തൽമണ്ണ ഏരിയയിലാണ് അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യ് ഇടാം. നല്ല രീതിയിൽ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ലേ? ഉഷാറായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അടുത്തൊല്ലം നോക്കേനെ.